ഹലോ ഗൈസ്, വീഡിയോത്തെ ലേറ്റ് ആയതിന് സോറി പറയാണ്. നമുക്ക് കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസും ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത്. അപ്പോ അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്ന് പറയാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. കാറ്റായിട്ടും മഴയായിട്ടും വരുന്ന ഇപ്പൊ വരാവേ. അല്ല, ഇതാരൊക്കെയാ? എന്താ കുട്ടിപ്പട്ടാളങ്ങൾക്കൊക്കെ ഇവിടെ ഒരു ചുറ്റി കറങ്ങല്? ആരന്വേഷിച്ചു നടക്ക? അവരിവിടെ തന്നെ ഉണ്ടല്ലോ. കുഞ്ഞി, ഒന്നിങ്ങോട്ടൊന്ന് വന്നേ, നിന്റെ ഫ്രണ്ട്സ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കണ്ട്. എന്റെ കുഞ്ഞി, നിന്റെ ഫ്രണ്ട്സ് നിന്നെ വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരായി?
ചേച്ചി ചേച്ചിയുടെ അപ്പുറത്തുണ്ട്, ഞാൻ ഇപ്പൊ പോയി വിളിക്കാം. അല്ല ചേട്ടൻ, ചേട്ടനാണോ ഇപ്പൊ കണ്ണേട്ടൻ? അതേലോ, എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല ചേട്ടനെ കുറിച്ച് അമ്മ ചേച്ചി കുറെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ ആദ്യമായിട്ടാണല്ലോ നേരിട്ട് കാണുന്നേ, അതുകൊണ്ട് ചോദിച്ചതാ. ഏ അമ്മോ, അല്ല എന്താ നിങ്ങളുടെ ചേച്ചി എന്നെ കുറിച്ച് പറയാറ്? ചേട്ടന്റെ ചേച്ചിയും പണ്ടത്തെ കഥകളൊക്കെ ചേച്ചിക്ക് കേൾക്കുന്ന ഇഷ്ടാ. നിങ്ങളോട് ആരാ പറഞ്ഞേ? അമ്മ ആണോ? അമ്മച്ചി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാ ദിവസവും ചേച്ചി ചേട്ടനെ കുറിച്ച് പറയാറുണ്ടല്ലോ, അത് എനിക്ക് തോന്നിയതാ. ചേട്ടന് ഞങ്ങളുടെ ചേച്ചിന് ഇഷ്ടാണോ? അത് ആ നീ ചേച്ചിയായി വരുന്നുണ്ടല്ലോ. അനുരാഗത്താലേ ഒരു മേഘത്തുണ്ടായി ഞാനും മഴ കൊള്ളുവാനായി വന്നവളെ അഴകേ അഴകേ എന്നിൽ നിന്നും പോവാൻ അഴകേ അഴകേ അഴകേ. ആഹാ, നിങ്ങൾ ഇപ്പോഴാണോ വരണേ? എത്ര നേരെ പിള്ളേരെ നിങ്ങളെ നോക്കി നിൽക്കുന്നേ? അത് പിന്നെ ചേച്ചി, ഓ അവരിപ്പോഴും വന്നല്ലോ, ഇനി സംസാരിച്ച സമയങ്ങളാണ്, നമുക്ക് പോവാം. വായോ ചേച്ചി. അനന്താ, പ്രസാദേ, അല്ല ആരാ ഇതൊക്കെ? വായോ കേറിയിരിക്കി, ഞാനിപ്പ ഏട്ടനെ വിളിക്കും. അനന്തേട്ടാ. ആ പ്രസാദേ, അല്ല ഇതാരൊക്കെയാ? എന്താ മാധവേട്ടാ പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ? അതെന്താ, ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ. ആ മാധവേട്ടാ, അല്ല ഇവിടുത്തെ മക്കളൊക്കെ വന്നു കേട്ടു, എവിടെ അവരൊക്കെ? അവര് വീടിന്റെ മാധവേട്ടാ. മക്കളെ ഒന്നിങ്ങ വന്നേ. ആ മാധവേട്ടനോ? ആ ഉണ്ണി, ആ എല്ലാരും ഉണ്ടല്ലോ. ആ മോനെ കണ്ണ, നീ ഉണ്ടായിരുന്നു. അതേതായാലും നന്നായി, ഇക്കൊല്ലത്തെ ഉത്സവത്തിന് എല്ലാരും ഉണ്ടാവൂലോ അപ്പോ. ആ അത് മാധവേട്ടൻ പറഞ്ഞത് ശരിയാ, കൊറേ നാളായില്ലേ കണ്ണൻ ഉത്സവമൊക്കെ കൂടിയിട്ട്. ആ അത് ശരിയാ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ, ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ ഇനിയും ബാക്കിയുണ്ടേ. ഉണ്ണി, കണ്ണൻ എവിടെയാടാ? നിന്നോട് വരുമ്പോ അവനെ വിളിക്കണോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായതാണല്ലോ, നീ വിളിച്ചില്ലേ അവനെ? അവൻ അവിടെ കുറച്ച് നേരി ചെയ്യാനിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിളിച്ചപ്പോ വന്നോളാന്നാ പറഞ്ഞേ, അതാ ഞാനിങ്ങ് വന്നേ. ഈ ചെക്കന്റെ ഒരു കാര്യം, ഫുഡ് കഴിക്കാൻ നേരത്ത് അവന് ജോലി തന്നെ ജോലി. ഞാൻ പോയി അവനെ വിളിച്ചോണ്ട് വരാം. ഏട്ടത്തി അവിടെ ഇരിക്കി, അമ്മു പോയി വിളിച്ചോണ്ട് വന്നോളും കണ്ണനെ. അമ്മു പോയി മോനെ വിളിച്ചിട്ട് വന്നേ നീ. ഞാനോ? ആ അതെ നീ തന്നെ, വേഗം ചെന്നേ പെണ്ണേ. ആ ശരി അമ്മ. ഡോർ ക്ലോസ് അല്ല, താൻ കേറിക്കോ.
ചെയ്യുന്നുണ്ട്. ആ അമ്മ, ഞാനിപ്പോ താഴത്തോട്ട് വരാം, കുറച്ച് മെയിലൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. അത് പിന്നെ ചെയ്താൽ മതി എന്ന് വല്യമ്മ പറഞ്ഞു. ഈ അമ്മയുടെ ഒരു കാര്യം, ഞാൻ ഇപ്പൊ വരാമോ, നീ താഴോട്ട് വെക്കോ. ഉണ്ണി, നിന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ട് എപ്പോഴാ എത്താ അവര്? അവരൊരു 1 അവറിനുള്ളിൽ എത്തുന്നാ പറഞ്ഞത് അമ്മായി. ഞാൻ നോയലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ടുവരാൻ ആളെ വിടണോ മോനെ? ഏയ് വേണ്ട അമ്മേ, അവര് വന്നോളൂ. ഞാൻ അവർക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായിന്ന് അവര് പറഞ്ഞത്. ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിൽ അവരെന്നെ വിളിച്ചോളൂ, അപ്പൊ കൊണ്ടുവരാം. എന്താണ് നിങ്ങൾ ഇത്ര ലേറ്റ് ആയി? ഇതാണോ നിങ്ങൾ പറഞ്ഞൊരു മണിക്കൂർ? എന്റെ പൊന്നു. എടാ മച്ചു, ഇത്ര അടിപൊളി സ്ഥലത്തേക്കൊക്കെ വരുമ്പോ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വേണ്ടേ വരാൻ? അതാ ഞങ്ങൾ ലേറ്റ് ആയേ. ഓ ശരി ശരി. കഥയൊക്കെ പിന്നെ പറയാം. ഇപ്പൊ മക്കളെ അകത്തോട്ട് വാ. അതെ, നിങ്ങൾ ഇന്ന് വന്നേ. അല്ല മോനെ ദീപവേ, നീ എന്താ ഞങ്ങളെ ഇവരൊന്നും പരിചയപ്പെടുത്താത്ത? ആ, ഞാനത് പറഞ്ഞുപോയി. ഗൈസ്, ഇതാണ് മാനവ്. Al oído mirándome y ahora sigo enamorándome, jalando, te quiere. ഇത് ജാക്സൺ. ഇത് നോയൽ. You can take your time, don't have to rush. This might take us a while, yeah. I left all the doors and left. പിന്നിത് അബ്രാം. And if you hear something going to the back, going to the just take it, shake it to the max. The DJ please turn up the bass to the max. Please just rewind and shake it to the max. പിന്നെ ഇതാണ് എന്റെ ഫാമിലി. ആ മതി മതി, നീയായിട്ട് ഇവിടെ പരിചയപ്പെടുത്തി കഷ്ടപ്പെടണ്ട. ഞങ്ങൾക്കൊക്കെ ഇവിടെ കണ്ടപ്പോഴേ മനസ്സിലായി ഇവരാരൊക്കെയാന്ന്. ബാക്കി പരിചയപ്പെടുത്തലൊക്കെ പിന്നെ ആവാം. നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കും പിള്ളേരെ. ഉണ്ണി, നീ അവർക്ക് പോയി റൂമൊക്കെ കാണിച്ചു കൊടുക്ക്. ആ എടാ, ഞാൻ ചോദിക്കാൻ പറഞ്ഞു, അതാണല്ലോ ഇതിന്റെ കുഞ്ഞി. ഓ, ചിക്കന്റെ ഒരു നാണം നോക്കിക്ക്. എന്തായാലും കൊള്ളാം, രണ്ടെണ്ണം നല്ല ചെറിച്ചുണ്ട്. അമ്മേ, ചേച്ചി എവിടെ? ചേച്ചി വന്നില്ലേ ഇതുവരെ? അവള് റൂമിലുണ്ടല്ലോ, കണ്ടില്ലേ നീ? അയ് ശരി, ഇതപ്പോ വന്നു, ഞാൻ കണ്ടില്ലല്ലോ. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ അമ്മ. ബൈ ബൈ. ആ, നീ എന്തായാലും അങ്ങോട്ട് പോവല്ലേ? അപ്പൊ എല്ലാരും ചായ കുടിക്കാൻ കൂടെ ഇങ്ങോട്ട് വിളിച്ചേക്ക്. ആ ശരി ശരി. ചേച്ചി എപ്പോഴാ വന്നേ? ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ ചായ കുടിക്കാൻ അമ്മ താഴേക്ക് വിളിക്കണ്ട്. ഞാൻ പോയി അവരെല്ലാം വിളിച്ചോണ്ട് വരാം. അതാരോ? അല്ല കുഞ്ഞി, ആരെവിടെ വന്നേനെ? നേരത്തെ അമ്മായി പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ ശ്രദ്ധിച്ചില്ല. ആരാത്? അപ്പൊ ചേച്ചി അവരെ കണ്ടില്ലായിരുന്നോ? ഉണ്ണിയേട്ടന്റെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരിന് ഉത്സവം കഴിയുന്നവരെ എവിടെ ഉണ്ടാവും. ഓ, ഞാൻ അറിഞ്ഞില്ലടാ, അതാ ചോദിച്ചേ. ആ, പിന്നെ എന്തായാലും നീ അവരെ പോയി ചായ കുടിക്കാൻ വിളിക്ക്. അപ്പൊ ചേച്ചി വരണില്ലേ?
ആടാ, ഞാൻ മൃദുവിനെ ഒന്ന് വിളിച്ചിട്ട് വരാം. അവൾ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തിനാന്ന് ചോദിച്ചിട്ട് വരാം. ഓക്കേ. ഹാ, മോള് വന്നോ? വാ, വന്ന് ചായ കുടിക്കാതിരിക്കും. എടാ എടാ ഉണ്ടി, ഇതാരാ? എടാ, ഇത് വൃന്ദ. ഞാൻ പറയാറില്ലേ, നമ്മുടെ കലാക്ഷേത്രയുടെ മെയിൻ താരം, ഡാൻസ് ടീച്ചർ. ഓ, അമ്മു അല്ലേ? ഇപ്പാണ് മനസ്സിലായി. അമ്മു, ഇതെന്റെ ഫ്രണ്ട്സാ. നീ മാത്രമേ ഇവരിനി പരിചയപ്പെടാനായിട്ട്. ഇവർ വന്നപ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നില്ല. അമ്മു, ഇതാണ് അതി, നോയൽ, മനു, ജാക്സൺ. ഹായ് അമ്മു. കുറേ നേരമായിട്ട് ഇവർക്ക് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. എന്ത് ഇത്രയും പറയാനായിട്ട് നോക്ക്. ഇപ്പൊ പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ ഇത്ര സംസാരിക്കാൻ പറ്റും. അമ്മ, എനിക്ക് കുറച്ച് മേരി കുറിച്ചൊക്കെ ബാക്കിയുണ്ട്. ഒന്ന് ഞാനങ്ങോട്ട് പോവാം. എടാ കണ്ണ, ഈ ചെക്കൻ ആ ചായ പോലും കുടിച്ചെടുത്തിട്ടില്ല. അല്ല ആന്റി, വൃന്ദയും ഹൃദയ എവിടെ? അത് ശരിയാലോ, മക്കൾ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. അവരെന്താണ് എവിടെ തുറക്കെ? അവര് റെഡിയായി കഴിഞ്ഞിണ്ടാവില്ല ഏട്ടത്തി. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. നീ പോണ്ട ദുർഗേ, അവരിതേ എത്തി. இந்த இரவிலே நான் படுக்கும்போது மடியில் சாயும் நீ, அந்த நினைப்பிலே நீ மாயும் போது தூங்க முடியலையே நடி. മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ, കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. ഇഷ്ക് ഹൈ, 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 ഇഷ്ക് ഹൈ.
അലിയും നെഞ്ചം മനസ്സിൽ പടരും ശ്രീരാഗമായി നാദം പുതിയൊരു കൊഞ്ചലായി ചേരും പാതിരയിൽ നിലാവനിയിൽ നാമലയും തീരമെത്തിയോ പൂവനിയിൽ രാവണയിൽ നാമൊഴുകും സ്വർഗ്ഗയെത്തിയോ. എന്റെ മോളെ, ഇതാര്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? അല്ലട കണ്ണ, നോക്കിയേ. ആയി ശരി. അപ്പൊ ഞാനിവിടെ അടിഞ്ഞൊടുങ്ങി നിൽക്കുന്നൊന്നും ആരും കണ്ടില്ല അല്ലേ? എല്ലാവർക്കും ഇപ്പൊ ചേച്ചീനെ മതി. ഞാൻ പോണ്. ആയിഷ്, പൂച്ചക്കുട്ടിയുടെ കാര്യം ഞാൻ പറയാമായിരുന്നു. പിന്നെ ഇന്നെന്റെ പൂച്ചക്കുട്ടീനെ കാണാൻ ഒന്നുകൂടെ ക്യൂട്ടായിട്ടുണ്ട്. എടാ ഉണ്ണി, നീ ഇവിടുത്തെ കൊച്ചിനെ കളിയാക്കാൻ നിൽക്കല്ലേ? എന്റെ മക്കൾ രണ്ട് എപ്പോഴും സുന്ദര കുട്ടിയാ. അതാണ് എന്റെ ലക്ഷ്യൂട്ടി. സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്കങ്ങോട്ട് പോയാലോ? ഇനിയും ഇവിടെ സംസാരിച്ചുകൊണ്ട് അമ്പലത്തിലെത്താൻ ലേറ്റ് ആവും. വാ മക്കളെ, എല്ലാരും വാ. പനിമതിയേ കുളിരണിയും അണിവിരല വൃന്ദ, ഒന്നിങ്ങ് വരൂ. കേട്ടാ അങ്ങനെ അന്ന് കുറേ പ്രാവശ്യം അവനോട് സംസാരിക്കാൻ കണ്ണേട്ടൻ നോക്കി നടന്നായിരുന്നു. ബട്ട് അപ്പോഴൊക്കെ അബി അമ്മുന്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ കണ്ണേട്ടനൊന്നും സംസാരിക്കാനേ പറ്റിയിട്ടുണ്ടായില്ല. അമ്മു ചേച്ചി, അബിയേട്ടൻ ചേച്ചീനെ നീ വിളിക്കുന്നുണ്ട്. ഇതാ ആ ആൾത്തറയുടെ അവിടെ ചേട്ടൻ നിൽക്കണ്ട്. വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ചേച്ചിയോട്. ആ കുഞ്ഞി, എന്താ കാര്യം വല്ലതും അബിയേട്ടൻ പറഞ്ഞായിരുന്നു? ആ അതൊന്നും എനിക്കറിയത്തില്ല. അബിയേട്ടൻ വേഗം ചേച്ചിയോട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്നോട് അത്രേ പറഞ്ഞുള്ളൂ. ചേച്ചി എന്താ ചെല്ലേ, ഞാൻ അങ്ങോട്ട് പോട്ടെ. എനിക്കവിടെ കുറച്ച് പരിപാടിയുണ്ട്. Laska emo emo ayast asbelieve ahaba bolinga cinta cinta ishq ishq mile love ishta prema pyara pyara. നീ എങ്ങോട്ടാ പോയി പോകുന്നേ? തന്നേട്ടനായിരുന്നു, ഞാൻ പേടിച്ചു പോയി. അതല്ലല്ലോ അമ്മു, ഞാൻ ചോദിച്ചിട്ടുള്ള ഉത്തരം.
നീ എങ്ങോട്ടാ പോണേന്ന് പറയും. അതോ അത് അഭിയേട്ടൻ വിളിച്ചിട്ടുണ്ടായി, ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതാ. രാവിലെ മുതൽ നീ അവനോട് തന്നെയല്ല പോയി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ നിങ്ങൾക്ക് ഇതിന് മാത്രം ഇത്ര സംസാരിക്കാനായിട്ട്? അവനിപ്പോ വന്നിട്ട് കുറച്ചു ദിവസമായിട്ടുള്ളൂ, അതിനോട് ഇത്ര മാത്രം നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടോ? എന്താ കണ്ടേട്ടേ പറയുന്നേ? ഞങ്ങൾ കാഷ്വൽ ആയി അവരോട് പറയുന്നതാ, അല്ലാതെ വേറൊന്നും ഇല്ല. എന്താ വൃന്ദ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? ഏയ് ഇല്ല അഭിയേട്ടാ, പ്രശ്നമൊന്നുമില്ല ഇവിടെ. അമ്മു, നീ ഇങ്ങോട്ടൊന്ന് വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ആ കണ്ടേട്ടാ, അഭിയേട്ടൻ എന്താ കണ്ടേട്ടാ? കണ്ടേട്ടിന് എന്താ പറ്റിയേ? ഞാൻ അഭിയേട്ടനോട് സംസാരിക്കായിരുന്നില്ലേ, എന്തിനാ എന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അഭിയേട്ടൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോ? ആരെന്ത് വിചാരിച്ചാലും എനിക്ക് അതൊരു പ്രശ്നേ അല്ല. നീ വേറെ ആരോടും സംസാരിച്ചിങ്ങനെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് അഭിയോട്. അതെന്താ കണ്ടേട്ടൻ തോന്നാ പേരിനോട് സംസാരിച്ച? കണ്ടേട്ടൻ എന്താ പ്രശ്നം? അമ്മു, വെളച്ചേട്ടി പറയാനൊന്നും എനിക്കറിയില്ല. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇഷ്ടം ഇപ്പൊ തുടങ്ങിയതല്ല, കുട്ടിക്കാലം മുതലേ എനിക്ക് തന്നെ ഇഷ്ടമാണ്. കുട്ടിക്കാലം മുതലേ എൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരെ തന്നെ. നാട്ടിൽ നിന്ന് പോയ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മനസ്സിൽ നിന്ന് മാത്രമുള്ള അമ്മു. ഇവിടെ തിരിച്ചെത്തിയപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചത് നിന്നെ തന്നെയാണ്. പക്ഷെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ട നിന്നെയല്ല ഞാൻ പിന്നെ ഇവിടെ കണ്ടത്. ഇന്ന് മൈൻഡ് പോലും നീ എന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ എന്നെ എത്രത്തോളം വേദനിപ്പിച്ചു എന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അമ്മു. അതുകൊണ്ട് തന്നെ എന്നെക്കാട്ടി കൂടുതൽ മറ്റൊരാൾക്ക് നീ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല അമ്മു. അബ്രാം, അവൻ നിന്നെ ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ടല്ല കാണുന്നതെന്ന് അറിഞ്ഞപ്പോൾ അപ്പം മുതൽ നീ അവനോട് മുന്നിൽ എനിക്കിഷ്ടമല്ല. ഇതൊക്കെ പറയാൻ ഞാൻ കുറേ ശ്രമിച്ചത് അവനോട്. ബട്ട് അപ്പോഴൊക്കെ അവൻ അതിനോട് തടസ്സമായി വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ എന്തൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ വന്നാലും ഈ വൃന്ദ പ്രസാദ് എന്നും ഈ ഗ്രൂപ്പിൽ കൃഷ്ണനെ നയിക്കും. ഐ ലവ് യു അമ്മു, ഐ ലവ് യു. കണ്ടേട്ടൊക്കെ മറന്നുകൊണ്ടാണോ കണ്ടേട്ടൻ വിചാരിച്ച്? എനിക്ക് ഓർമ്മ വെച്ച അന്ന് മുതൽ എന്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരേ ഒരു മുഖം അതെന്റെ കണ്ടേട്ടന്റെ മാത്രമാണ്. കണ്ടേട്ടൻ തിരിച്ചു വന്നപ്പോ ഞാൻ മിണ്ടാഞ്ഞത് എങ്ങനെ കണ്ടേട്ടനെ ഫേസ് ചെയ്യാന്നറിയാത്തത് കൊണ്ടാണ്. കണ്ടേട്ടന്റെ മനസ്സിൽ ഞാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ, അതാ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടുന്നത്. അല്ലാതെ കണ്ടേട്ടന് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല. എനിക്ക് ഒരുപാട് ഇഷ്ടം എന്റെ കണ്ടേട്ടന്. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഞാൻ എന്റെ കണ്ടേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. ഐ ലവ് യു കണ്ടേട്ട.